അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ്റെയും മുഹ്സിനയുടെയും ജീവിതം അൽഹംദുലില്ലാഹ് എങ്കിലും അവർ കണ്ടുമുട്ടി കുറച്ച് ദിവസം ജീവിച്ചു. പക്ഷെ അപ്പോഴേക്കും വിളി വന്നതുകൊണ്ട് തന്നെ സിനാൻ അറബിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാലും അൽഹംദുലില്ലാഹ് അവർക്ക് വീഡിയോ കോളിലൂടെ കണ്ട് സംസാരിക്കാം. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണ് മുഹ്സിനക്ക്. മറ്റേത് യാതൊരു രീതിയിലുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഫോൺ ഉപയോഗിക്കാൻ പോലും അവൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അത് ആങ്ങള ഫിറോസ് അതെല്ലാം മാറ്റിവെച്ചിരുന്നു. പതുക്കെ പതുക്കെ ആ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ട അവസ്ഥ വന്നു നാത്തൂന്. അങ്ങനെയൊക്കെ ചെയ്തു. അതിലെല്ലാം അവൾ ക്ഷമിച്ചു. എന്നാൽ അൽഹംദുലില്ലാഹ് അവൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അറബിയുമ്മയുടെ വീട്ടിലാണ്. എല്ലാം കൊണ്ടും സുഖമായ അറബിയുമ്മയുടെ വീട്. പ്രിയപ്പെട്ട തൻ്റെ സിനുവിനെ കിട്ടിയാൽ എല്ലാം പൂർണ്ണമായി. എങ്കിലും അൽഹംദുലില്ലാഹ് സംസാരിക്കുന്നുണ്ട് അവനോട് എല്ലാം. എന്നാലും ആ ഹംദയുടെ കാര്യം, സിനു തലേ ദിവസം പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് മുഹ്സിന് വിചാരിച്ചു. പാവം പെണ്ണ്, ഹംദ എന്നാണത്രേ പേര്. അത് ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടത്രേ. റബ്ബേ, അറബിയമ്മയോട് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴത് പറയുന്നത് ശരിയല്ലല്ലോ. നോക്കട്ടെ. അന്നും സിനാനത കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും ഇക്ക. വലൈക്കും അസ്സലാം. മുസ്സി, എന്താ പണി? ഉറങ്ങാണോ? ഏയ് അല്ലിക്ക, ഞാൻ ടൈം നോക്കി നിൽക്കായിരുന്നു. ഇക്ക വിളിക്കുന്ന. എടി പെണ്ണേ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴേ കുറച്ച് ലേറ്റായി. ഇന്ന് കുറച്ചധികം വാഹനങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു മഴ പെയ്തതുകൊണ്ട് തന്നെ ഒന്നായിട്ട് ഫ്രണ്ട് ഭാഗവും മുറ്റൊക്കെ കുറച്ചധികം വൃത്തികേടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. പക്ഷെ എന്നാലും ഭയങ്കര ചൂടാടി ഇവിടെ, നിനക്കത് അറിയുന്നില്ലല്ലോ. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വേദന, ആ ഒരു വാക്കുകൾ ഓർത്തപ്പോൾ മുസ്സി വളരെയധികം വേദനിച്ചു. റബ്ബേ, ഞാനിവിടെ എ സിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമേ എനിക്കില്ല. ഇവിടെ ഫുൾ ടൈം എ സി തന്നെയാണ്, ഓഫാക്കാറില്ല. പാവൻ്റെ സിനു മുറ്റത്തും ഒക്കെ ജോലി ആയതുകൊണ്ട് വണ്ടി കഴുകലും ചുട്ടു പൊള്ളുന്ന ആ ഒരു വെയിൽ അതെൻ്റെ സിനാൻ അനുഭവിക്കുന്നു എന്നോർത്തപ്പോൾ അവൾ എല്ലാ പ്രവാസികളെക്കുറിച്ച് ഓർത്തു. പഠിച്ചോനെ, പ്രവാസികൾ, അവർ ചില ആളുകൾ വളരെയധികം കഷ്ടപ്പാടുള്ളവരായിരിക്കും. വീട്ടിലേക്കുള്ള ക്യാഷ് കിട്ടാൻ, ചിലവ് നടത്താൻ, അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കഷ്ടപ്പെട്ടേ മതിയാവൂ. ചില ആളുകളുണ്ടാവും മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നവർ, അറബി വീടുകളിലെ അടുക്കളകളിൽ ഗദ്ദാമകൾ. അല്ലാഹുവേ, അവിടെ എ സിയും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അവർ. ആ പൊരി വെയിലത്ത് കുക്ക് ചെയ്യുമ്പോഴും ആ ഒരു തീയിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും എല്ലാം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഗദ്ദാമകൾ. പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ താങ്ങും തണലും ആകല്ലാ. ജീവിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്, സ്വന്തം മക്കൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി. ഭർത്താവില്ലാതെ വിധവയായി പോയ പെണ്ണുങ്ങൾ, ഭർത്താവ് ഉപേക്ഷിച്ച പെണ്ണുങ്ങൾ, അവരെല്ലാം അവസാനം കര കയറുന്നത് ഗൾഫിലേക്കായിരിക്കും. അതെ, അവിടെ എത്രയൊക്കെ തന്നെ ചൂടനുഭവിച്ചാലും എത്രയൊക്കെ തന്നെ ജോലിയുണ്ടെങ്കിലും കഷ്ടപ്പെടും സ്വന്തം കുടുംബത്തിന് വേണ്ടി. തൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ മറ്റാരുമില്ലല്ലോ. റബ്ബേ, ഞാൻ തളർന്നു പോകാൻ പാടില്ല. എനിക്ക് എൻ്റെ മക്കളുണ്ട്, എൻ്റെ മക്കളെ എനിക്ക് പോറ്റണം. എനിക്ക് ഉമ്മയുണ്ട്, എൻ്റെ കുടുംബങ്ങളുണ്ട്, അവർക്കെല്ലാം ഞാനാണ് ഏകതണി. റബ്ബേ, അതുകൊണ്ട് റഹ്മാനെ, അല്ലാഹ്, എനിക്ക് നീ ആരോഗ്യം നൽക്. ഏതൊരു ഗദ്ദാമയും ദുആ ചെയ്യുന്നത് അതായിരിക്കും. റബ്ബേ, എൻ്റെ ഭർത്താവിനും അതുപോലുള്ള ജോലി തന്നെ. എൻ്റെ ഭർത്താവിൻ്റെ ജോലി ആ പൊരി വെയിലത്ത് വാഹനം കഴുകലും അവിടെ ക്ലീൻ ചെയ്യലും എല്ലാമാണ്. നല്ലൊരു പോസ്റ്റിൽ നിന്നാണ് എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയത് എന്നാണ് പറഞ്ഞത്. പഠിച്ചോനെ, അല്ല, നീ വിചാരിച്ചത് നടക്കുമല്ലോ. എന്തായാലും വേണ്ടില്ല റഹ്മാനെ, നിൻ്റെ കാരുണ്യം നീ ചൊരിയല്ല. മുഹ്സിന അതെല്ലാം ഓർത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിഷമ ബുദ്ധിമുട്ട് അറബിയമ്മയോട് പറഞ്ഞാലോ എന്ന് വരെ തോന്നിപ്പോയി. സിനു, മുഹ്സിനെ വിളിച്ചു. ആ, എന്താ? എൻ്റെ സിനുവിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയട്ടെ? എടി,
എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ചൊക്കെ കഷ്ടപ്പെടണം നമ്മൾ കഷ്ടപ്പെടുക എന്ന് വെച്ചാൽ മരുഭൂമിയിൽ ഇവിടെ നമ്മൾ ഈ ഒരു പൊരി വെയിലത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ മഹ്ശറയിലുള്ള ആ ഒരു ചൂട് കുറച്ച് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോളെ, ഇതൊന്നൊരു ചൂടല്ല. പക്ഷേ എൻ്റെ പെണ്ണെ, ഇവിടെ ഒരു ചെരുപ്പ് പുറത്തിട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനങ്ങൾ പുറത്തിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം ചുരുങ്ങി വളഞ്ഞ രീതിയിൽ അത് ഉരുകുകയാണ് പെണ്ണെ. അത്രയ്ക്ക് ചൂടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഓർക്കും, അല്ലാ, ചൂട് ഇതല്ലല്ലോ, വരാൻ പോകുന്നുണ്ടല്ലോ ചൂട്. മഹ്ശറയിലെ ഒരു ചാൺ തലക്ക് മുകളിലുള്ള ആ ഒരു സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ പൊന്നുമോളെ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്നാണ് പറയാറുള്ളത്. സിനു, അങ്ങയുടെ വാക്കുകൾ കേട്ട് എൻ്റെ കണ്ണുകൾ നിറയാണ്. അതെ പെണ്ണെ, സത്യമായിട്ടും ഇൻഷാ അല്ലാ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ പടച്ച റബ്ബ് നമുക്കതിനുള്ള ഫലം കാണിച്ചു തരും. അല്ലേ? നീ വിഷമിക്കാതിരിക്കൂ. അധ്വാനിക്കുക എന്നുള്ളത് നല്ല കാര്യമാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു വാഹനം കഴുകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു നിലത്ത് വീണ വസ്തു എടുക്കുകയാണെങ്കിൽ ബിസ്മി ചൊല്ലി എടുത്തു കഴിഞ്ഞാൽ അതും പ്രതിഫലമല്ലേ പെണ്ണെ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിസ്മി ചൊല്ലിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു പവറാണിടി. പക്ഷേ ഈ ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഖബർസ്ഥാനുണ്ട് മോളെ, പള്ളിയോട് ചാരി. സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ, എനിക്ക് ചിലപ്പോൾ അറബി വീട്ടിലെ ടാങ്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരും. ചുട്ടു പൊള്ളുന്ന വെയിലായിരിക്കും ആ സമയത്ത്. ഞാൻ ആ ഒരു ടാങ്കിൻ്റെ മറവിലായിട്ട് അങ്ങനെ ഇരിക്കും, വല്ലാതെ അങ്ങോട്ട് ചൂട് വരുമ്പോൾ. അപ്പോൾ ഞാൻ അപ്പുറത്തുള്ള ഖബറാളികളെ ഓർക്കും. അല്ലാ, വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന അവർ, പടച്ചോനെ, എത്ര പൊരി വെയിലത്താണ് അവരെ കിടക്കുന്നത്, മരിച്ചു പോയവർ. നമ്മൾക്ക് അത്രയൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും. പിന്നീട് ഞാൻ ഓർക്കുന്നൊരു ഒരു കാര്യം അതുതന്നെ, മഹ്ശറയിൽ റബ്ബേ എത്രമാത്രം ചൂടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കൂടി. സത്യമായിട്ടും സിനു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കതിനുള്ള പ്രതിഫലം നൽകട്ടെ. ആമീൻ. അല്ല, ഹംദയുടെ വിശേഷം? എൻ്റെ പൊന്നു മോളെ, ഹംദയെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലടി. സത്യമായിട്ടും ആ കുട്ടി എവിടെയോ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. വീടിനുള്ളിൽ തടങ്കലിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവളെക്കുറിച്ച് അന്വേഷിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ തല പോകുന്ന കേസാണ് മോളെ. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, തെറ്റായ രീതിയിൽ. അതിന് സിനു, തെറ്റായ രീതിയിലല്ലല്ലോ, അത് ഒരാളെ രക്ഷിക്കുക എന്നുള്ള രീതിയിലല്ലേ? അല്ലാതെ. ശരിയാണ് മോളെ, പക്ഷെ അതൊക്കെ ഇവിടെ തെറ്റിൻ്റെ ഗണത്തിൽപ്പെടുത്തും. ഞാൻ അവളെക്കുറിച്ചൊരു പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ശിക്ഷ ഇവർ തരും. അതാണ്. സിനു, സത്യമാണോ പറയുന്നത്? എന്നായിരൊന്നും പോണ്ട. പക്ഷെ മുഹ്സിനയുടെ മനസ്സിലും ഹംദയെക്കുറിച്ചുള്ള സിനാൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മനസ്സിനുള്ളിൽ വല്ലാത്ത വേദനയായിരുന്നു. അവൾ തൻ്റെ ജീവിതമാണ് ആലോചിച്ചത്. അതെ, തൻ്റെ വീട്ടിൽ പൂട്ടിയിട്ട ആ രംഗം, എല്ലാവരും അനിയത്തിയുടെ നിക്കാഹിന് വേണ്ടി പോയപ്പോഴും അവിടേക്ക് വന്നപ്പോഴും എന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ആ ഒരു രംഗം, അതെല്ലാം അവൾ ഓർത്തു. റബ്ബേ, എൻ്റെ അനുഭവമാണോ ഹംദക്ക്? സിനു, ഹംദക്ക് ഉമ്മയല്ലേ അറബിച്ചി? ആ ഒരു വാക്കിന് മുമ്പിൽ സിനാനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മുസേ, അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ പറഞ്ഞു തരാം. സത്യം പറഞ്ഞാൽ ഹംദയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ അത് അവനിലും വല്ലാതെ വിഷമം പരത്തി. റബ്ബേ, എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ? അതെ, അവളെ പിന്നെ പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇടയ്ക്കിടെ അറബിയും ഫാമിലിയും പുറത്തു പോകുന്നുണ്ട് വീട് പൂട്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയെ കാണുന്നേയില്ല. പാവം, നല്ലൊരു പെൺകുട്ടിയായിരുന്നു. എന്നോടൊക്കെ വളരെ സ്നേഹമായിരുന്നു. എന്തെന്നറിയില്ല, ഫുഡ് കൊണ്ടു തരുമായിരുന്നു. ഒന്നുമില്ല ഇപ്പോൾ. ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി തിന്നെങ്കിൽ മാത്രം. അത് വലിയ കൊഷിയും കാര്യങ്ങളും അതൊന്നും ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ അത്രയൊന്നും ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര പരിചയമില്ല. ഉള്ളത് കഴിക്കന്നെ. പാവം ആ പെൺകുട്ടി ഉണ്ടായതുകൊണ്ട് എന്തെനിക്ക് അറിയുന്നില്ല. എന്നാൽ മുഹ്സിന സിനാനോട് പറയുന്നു, സിനു, എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. എടി,
ആ പെണ്ണിനെ പുറത്തേക്ക് കാണുന്നില്ല. അറബിയമ്മയോട് പറഞ്ഞാലോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ആ കുട്ടിയെക്കുറിച്ച്. ഏ അത് അറബിക്കുട്ടി തന്നെയല്ലേ? അതേടി, പാവം നല്ലൊരു മിസ്രി പെണ്ണ് പോലെ തോന്നും. ആണോ? ആ പെണ്ണെ എന്ന് കരുതിയിട്ട് എനിക്കൊരിക്കൽ പോലും അവൾ വേണ്ടാത്ത ചിന്ത ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു പെങ്ങള് കുട്ടിയെ പോലെയാണെടി ഞാൻ അവളെ കണ്ടത്, സത്യമായിട്ടും. സിനോ, ആയിക്കോട്ടെ. എന്നാലും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ ജീവിതം അങ്ങനെയാണ് തോന്നുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം സിനു. അതിന് ഞാൻ എന്ത് സപ്പോർട്ടും വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. മോളെ, നീ എന്ത് ചെയ്യാനടി? എനിക്ക് തന്നെ ഇവിടെ പ്രവേശനമല്ല. ഇവിടുത്തെ മതിലൊക്കെ നീ കണ്ടിട്ടുണ്ടോ? എത്രങ്ങാനും വലിയ മതിലാണോ? പുറത്ത് കിടക്കാനോ ഒന്നും അങ്ങനെ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഗദ്ദാമകൾക്ക് പോലും അങ്ങനെ പുറത്തേക്ക് പോകാനോ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ ഉണ്ട്, 1-2 പേരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ മോളെ. പഴയ പോലെ നമ്മളെ എന്താ പറയുക, ഒരു ജയിലിലിട്ട ഫീല്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ തന്നെ പുറത്തിറങ്ങാനൊന്നും അവർക്ക് പറ്റത്തില്ല. നാട്ടിലേക്ക് പോകുമ്പോഴെങ്ങാനും പറഞ്ഞയച്ചെങ്കിലായി. പിന്നെ വേസ്റ്റ് കൊണ്ടിടാൻ മാത്രം അവർ പുറത്തേക്ക് പോകും. അതും ആ സമയത്ത് പുറത്ത് ഒരാളെ കണ്ടു കിട്ടിയാൽ അതവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. വേസ്റ്റ് കൊണ്ടിടാൻ മാത്രം. അതും പലപ്പോഴും എന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. പുറത്തിറങ്ങണ്ടെന്ന് പറയും. കാരണം ഗദ്ദാമകൾ ഇനിയിപ്പോൾ മറ്റാരുടെയും കൂടെ എന്തെങ്കിലും കമ്പനിയൊക്കെ ആയെങ്കിലും എന്ന് വിചാരിച്ചിട്ടോ എന്തോ അറിയില്ല, ഭയങ്കര സ്ട്രിക്റ്റാ മോളെ ഇവിടെ. പാവം ആ പെണ്ണ്. ഇക്ക, ഹംദയുടെ കാര്യത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും തീരുമാനം എടുക്കണം. കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ് ഹംദ ഇപ്പോൾ അനുഭവിക്കുന്നത്. നോക്കട്ടെ പെണ്ണെ, അങ്ങനെയൊന്നും ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനും പോരാനും പറ്റില്ല. ഫുൾ CCTV കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര കർശനടി പെണ്ണെ. ഇക്ക, പാവല്ലേ, ആ കുട്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. എന്നാൽ ഈ സമയം ഹംദയുടെ അവസ്ഥ ഇതായിരുന്നു. അവളെ ആ ഒരു റൂമിലാണ് പൂട്ടിയിട്ടിരിക്കുന്നത്. അവൾക്ക് പുറത്തു പോകുവാൻ ഒന്നിനും സ്വാതന്ത്ര്യമില്ല. അവൾക്ക് വേണ്ടി ഗദ്ദാമ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഒരു ചെറിയ കിളിവാതിലിലൂടെ അവൾക്കുള്ളത് വെച്ചു കൊടുക്കും. പാവം ആ ഒരു റൂമിൽ, ഒരു ബാത്റൂം, അവൾക്ക് പുറത്തേക്ക് പോകുവാൻ പോലും ഒരു സൗകര്യമുള്ള, അല്ലെങ്കിൽ പുറത്തെ കാഴ്ച കാണുവാൻ പോലും സൗകര്യമില്ലാത്ത ഒരു റൂമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അവൾ വല്ലാതെ വിഷമിച്ചിരുന്നു. ഗദ്ദാമ്മ ഭക്ഷണവുമായി ചെന്നപ്പോൾ ഗദ്ദാമ്മയോട് അവൾ പറഞ്ഞു, ഗദ്ദാമ്മ, എനിക്കൊന്ന് പുറത്ത്. മോളെ, എന്താ ചെയ്യുക? അറബി ഇവിടെ ആക്കാനാണ് പറഞ്ഞത്. പിന്നെ എന്നോട് അറബിച്ച് പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും അറിയില്ല. നിങ്ങളുടെ ഉപ്പാക്ക് അറിയില്ല. നിങ്ങളുടെ ഉമ്മയാണ് ഇതെന്നെ ഏൽപ്പിച്ചത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന പോലെയാണ് ഇവിടെ. ഒന്നും കാണുന്നില്ല, ഒന്നും. ഈ ഭക്ഷണം മാത്രം തന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇത്രയധികം ഉപദ്രവിക്കുന്നത്? അവൾ അവളുടെ പിതാവിനെ കുറിച്ച് ഓർത്തു. പഠിച്ചോനെ, എൻ്റെ ഉപ്പയാണല്ലോ. ഉപ്പയെ എന്തൊക്കെ ഇളാമ തെറ്റിദ്ധരിപ്പിച്ചിക്കണ് ആവോ, എനിക്കറിയുന്നില്ല. ഹംദയുടെ കാര്യത്തിൽ വളരെയധികം വിഷമം നിറഞ്ഞത് തന്നെയാണ്. ഗദ്ദാമ പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ ഒഴിവുള്ളൂ. പിന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കലും അതേ എനിക്കുള്ളതുള്ളൂ. ഇനി ഞാനെങ്ങാനും നിങ്ങളെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും ആയി തീർന്നാൽ എൻ്റെ ജോലി പോവും. എനിക്കെന്ന് വെച്ചാൽ 3-4 മക്കളെ പോറ്റാളാണ്, എൻ്റെ കുടുംബം പോറ്റാളാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ജോലി തന്നെ എനിക്ക് ഏറ്റവും നല്ലത്. അത് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോറി. ഗദ്ദാമയുടെ ആ ഒരു വാക്ക് കേട്ട് ഹംദ പൊട്ടിക്കരയുകയാണ്. റബ്ബേ, അല്ലാ, എൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, എൻ്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. അല്ലാ പഠിച്ചോനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അല്ലെങ്കിലും എളാമാക്ക് എന്നെ ഇഷ്ടമല്ല. ആ മക്കളുടെ കൂട്ടത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് എന്നെ കാണുന്നത്. ആ മക്കൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മക്കൾക്ക് എന്നല്ലാതെ എനിക്കതിൽ നിന്നും വളരെയധികം ചെറിയൊരു അംശം മാത്രമേ എനിക്ക് ലഭിക്കാറുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ പിതാവ് കോടീശ്വരനാണ്, ഒരുപാട് സ്വത്തിന് അവകാശിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, സ്വന്തം ഉമ്മ ഇല്ലാതായിപ്പോയില്ലേ. ഉമ്മയുണ്ടായിരുന്നെങ്കിൽ പാവമായിരുന്നു എൻ്റെ ഉമ്മ. അല്ലെങ്കിലും എൻ്റെ ഉപ്പാക്ക് ആദ്യമൊക്കെ ഉമ്മയുടെ ഒരു വെറുപ്പും ഇതൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യാം, ഉപ്പയുടെ ആഗ്രഹം പോലെ തന്നെ ആയി. ഉമ്മ നഷ്ടപ്പെട്ടു.
പക്ഷെ എൻ്റെ സഹോദരനും കൂടെ നഷ്ടപ്പെട്ടു. അതോടുകൂടി ഉപ്പയുടെ ആഗ്രഹമെല്ലാം സഫലമായി എന്ന് തന്നെ പറയാം. പാവം. അവൾ കരയുകയായിരുന്നു. ആ ഒരു റൂമിൽ നിന്ന് ഗദ്ദാമ വിളിക്കുന്നു. അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ ഹംദ? ഇതെന്താ മുഴുവൻ കഴിക്കാതിരുന്നത്? അതെ, കഴിക്കാതിരുന്നാൽ എനിക്ക് ചീത്ത കിട്ടുട്ടോ. അത് എന്നും അവൾക്ക് ലഭിക്കുന്ന ആ ഒരു ഭക്ഷണത്തിൽ നിന്ന് അവൾ പകുതിയിലേറെ സിനാന് വേണ്ടി കൊടുക്കുമായിരുന്നു. അതെ ഗദ്ദാമ, ഞാൻ ഇതിൽ നിന്ന് അല്പം എടുത്തിട്ടുള്ളൂ. ഈ ബാക്കിയുള്ള ഭക്ഷണം നിങ്ങൾ സിനാന് കൊണ്ടുപോയി കൊടുക്കുമോ? അത് കേട്ട് ഗദ്ദാമ ഞെട്ടിപ്പോയി. എന്താ കുട്ടി പറയണത്? ഞാനൊക്കെ ഇവിടുത്തെ ജോലിക്കാരിയാണ്. അതിലൊക്കെ എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ഗദ്ദാമ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ കഴുത്തിലിരിക്കുന്ന ഈ ഒരു സ്വർണ്ണമാല, ഈ ഒരു ഡയമണ്ട് നെക്ലേസ്, അതേ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യണം. എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിൻ്റെ ഒരു 1/4 ഭാഗം എനിക്ക് 3/4 ഭാഗം സിനാന് കൊണ്ടുപോയി കൊടുക്കണം. ആരും അറിയാതെ ദയവായി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സത്യമായിട്ടും. മോളെ, ഈ എന്തേ പറയണത്? എൻ്റെ ജോലി പോകാനുള്ള എല്ലാ പണിയെടുക്കുന്നുണ്ടല്ലേ. എനിക്ക് എൻ്റെ കാര്യത്തിൽ ദയുണ്ട് മോളെ. പക്ഷേ ഗദ്ദാമ, അവളുടെ കഴുത്തിൽ നിന്നും ആ മാല അവൾ ഊരിയെടുത്ത് ഗദ്ദാമയുടെ നേരെ നീട്ടുന്നു. ഗദ്ദാമ, ഇതാ. മോളെ, എനിക്ക് പേടിയാണ്. ഗദ്ദാമ ചുറ്റും നോക്കുന്നു. റബ്ബേ, CCTV ക്യാമറ ഒക്കെ ഉണ്ടാകും. പെട്ട് കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പം കയറ്റി വിടൂലേ എന്നെ. അത് മാല ഇപ്പോൾ വേണ്ട എനിക്ക്. ഇപ്പോൾ അവിടെ കുട്ടിയുടെ അടുത്ത് വെച്ചേക്കൂ. ഞാൻ ഒരു കാര്യം പറയാം. മോള് പറഞ്ഞതുപോലെ ആ ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ ഗദ്ദാമ അതാ ഭക്ഷണവുമായി സിനാൻ്റെ റൂമിലേക്ക്. അവിടെ ആരുമില്ലായിരുന്നു. വേസ്റ്റ് കൊണ്ടുപോവാൻ ഇടുന്ന രീതിയിലാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. സിനാൻ്റെ റൂമിന് മുമ്പിലെത്തിയപ്പോൾ സിനാൻ ഭയമുണ്ടായിരുന്നു. അറബിയും ഫാമിലിയും തിരിച്ചു വരുമോ എന്ന് കരുതിയിട്ട്. പെട്ടെന്ന് സിനാൻ വാഹനം കഴുകലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയിരുന്നു. സിനാൻ, ആരാ? ഇതെന്താ? ഇത് ഭക്ഷണമാണ്. ഇത് ആ കുട്ടിക്ക് ഞാൻ കൊടുത്ത ഭക്ഷണം. കുട്ടി? അതെ, അത് ഹംദക്ക് കൊടുത്ത ഭക്ഷണം നിങ്ങൾക്ക് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തന്നത്. അറബിയൊന്നും കാണാതെയാണ്. അറബിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് സ്വീകരിച്ചോളൂ. ആ കുട്ടിയുടെ ആഗ്രഹമാണ്. കുട്ടിക്ക് നിങ്ങളെ കാണുമ്പോഴേ സഹോദരനെ പോലെ തോന്നുകയാണത്രേ. അതുകൊണ്ടാണ് ഈ കുട്ടി നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സിനാൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. അത് ഗദ്ദാമ തിരിഞ്ഞു നടക്കുമായിരുന്നു. ഹേയ് ഇത്താ, സിനാൻ വിളിക്കുന്നു. എന്താ പറയൂ? പിന്നെ എനിക്ക് ഇങ്ങോട്ടൊന്നും പ്രവേശനമല്ല കേട്ടോ. വേസ്റ്റ് കൊണ്ടുപോകുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പോയതാണ്. പറഞ്ഞോളൂ. ഹംദ, അവളെവിടെ? പൊന്നു മോനെ, ഒന്നും പറഞ്ഞെടുക്കാൻ നേരില്ല. ആ കുട്ടി അവിടെ പൂട്ടിയിട്ടേക്കാണ്. പുറത്തേക്ക് ഇറങ്ങാനുള്ള അകത്തെല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പുറത്തേക്ക് കുട്ടിക്ക് ഇറങ്ങാൻ അലൗഡല്ല. അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എന്നോട് പ്രത്യേകം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ഞാൻ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. റൂമിനുള്ളിൽ ഇങ്ങനെ കഴിയുക, അതന്നെ ഉള്ളൂ. പുറത്തേക്ക് വിടരുതെന്നാണ് ഇവിടുത്തെ അറബിച്ചിയുടെ ഓർഡർ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അതിനനുസരിച്ച് ആണ് ഞാൻ. എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ചോളൂ. ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം വേസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ എടുത്ത് പോകാം കേട്ടോ. ഓക്കെ. പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും ഇവിടെ പറ്റൂലല്ലോ കൂടുതൽ. ഭയങ്കര കർശനല്ലേ. ജോലി പോയാൽ പോയി. അതുകൊണ്ടാണ് കയറ്റി അങ്ങോട്ട് വിടലായിരിക്കും. അതുകൊണ്ടാണ്. അത് നിങ്ങൾ ദയവായിട്ട് ഇനി അതിനെക്കുറിച്ച് ഒന്നും. അതെ ഇത്ത, അവളവിടെ അറബിച്ച് അവിടെ ആക്കിയേക്കാണ്. പുറത്തിറങ്ങാൻ അവൾക്ക് പറ്റില്ല. അതെന്താ അങ്ങനെ? ഇവിടെ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഒന്നും പാടില്ല. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ്. ഇവിടുത്തെ ആളുകളും ഇങ്ങനത്തെ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തെറ്റായിരിക്കും. പക്ഷെ എന്താ ചെയ്യുക? ആ കുട്ടി ജയിലിൽ അകപ്പെട്ട പോലെയാണ് ഇപ്പോൾ. ഞാൻ പോട്ടെ മോനെ. അറബി വരുമ്പോഴേക്കും അതാ ഗദ്ദാമ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തൊട്ട് പിന്നാലെ അതാ അറബിയുടെ വാഹനം കുതിച്ചു പാഞ്ഞ് വരുന്നു. അവൾ ഞെട്ടിപ്പോയി. യാ അല്ലാ, പഠിച്ചോനെ. നേരെ അതാ ഹംദയുടെ
അരികിലേക്ക് ചെന്ന് പറഞ്ഞു, അതെ നിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വരുന്നുണ്ട്, ഇനി ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തൊന്നും പറയരുത് കേട്ടോ, ഒന്നും പറയരുത് ദയവായി. എനിക്ക് പേടിയാണ്, എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ മക്കളെ വിചാരിച്ചിട്ട് നിങ്ങൾക്കറിയണ്ട, ഞാനൊന്നും പറയില്ല. അവൾ വിഷാദമായി മൂകമായി വീണ്ടും ആ ഒരു റൂമിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, റബ്ബേ അന്ന് ആക്സിഡൻ്റായ കൂട്ടത്തിൽ എൻ്റെ ഉമ്മയെയും എൻ്റെ സഹോദരനെയും കൊണ്ടുപോയ കൂട്ടത്തിൽ അല്ലാ നീ എന്നെ മാത്രം എന്തിനു ബാക്കിയാക്കി? കഴിയുന്നില്ലല്ലാ, കഴിയുന്നില്ല. എനിക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാൻ കഴിയുന്നില്ല. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ ഫോട്ടോ എടുത്തു നോക്കി. പ്രിയപ്പെട്ട ആങ്ങളയുടെ ഉമ്മ, ഞാനും വരട്ടെ ഉമ്മാൻ്റെ അടുക്കിലേക്ക്? പഠിച്ചോനെ എന്നെ കൊണ്ടുപോയിക്കോ, എനിക്ക് ആകെയുള്ള സമാധാനവും നഷ്ടപ്പെട്ടു. ഹംദ കരഞ്ഞിരിക്കുകയാണ്. പഠിച്ചോനെ ഞാൻ എന്തിനാ റബ്ബേ എന്നെ മാത്രം ബാക്കിയാക്കിയത്? അവൾ വിതുമ്പി പൊട്ടി കരയുകയാണ്. സിനാനോട് എൻ്റെ ദുഃഖം ഒന്ന് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ അവൾ വിചാരിക്കുകയാണ്, ഒരു പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലോ. ഇവിടെ എനിക്ക് താല്പര്യമില്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല ഇവിടെ. ഹംദ ഓരോന്നാലോചിച്ചു. ഗദ്ദാമയുടെ കൈകളിൽ ഒരെഴുത്തെഴുതി കൊടുത്താലോ അവൾ വിചാരിക്കുകയാണ്. ഗദ്ദാമയോട് ഒരു പേനയും ഒരു കടലാസും അവൾ ആവശ്യപ്പെടുന്നു. തൻ്റെ മനസ്സിലുള്ളതെല്ലാം എഴുതി കുറിക്കണം, ഒന്നുകിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അറബിയിൽ. ഒരിക്കൽ പോലും മലയാളം എനിക്കറിയില്ല. സിനാനെ അറിയുമായിരിക്കും. അവനെൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ. അവൾ ഓർത്തു, എൻ്റെ ഉമ്മയുടെ ആ ഒരു സ്വത്ത് അതെല്ലാം ഉണ്ട്, പക്ഷേ അതൊരിക്കൽ പോലും എനിക്ക് വേണ്ടല്ല. പക്ഷേ അത് എല്ലാവരും പറഞ്ഞു, ആ സ്വത്തിൻ്റെ അവകാശി ഇനി നീ മാത്രമുള്ളൂ. നിൻ്റെ സഹോദരൻ മരണപ്പെട്ട സ്ഥിതിക്ക് മോളുടെ പേരിൽ അത് എഴുതി വെക്കണം എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷേ എളാമ്മ അതിന് സമ്മതിക്കും തോന്നില്ല. എളാമ്മയുടെ പേരിൽ ആക്കും, അല്ലെങ്കിൽ എളാമ്മയുടെ മക്കളുടെ പേരിൽ കൂടി ആക്കാനായിരിക്കും പ്ലാനിങ്. പഠിച്ചോനെ അതിനൊന്നും എനിക്ക് വിഷമല്ല, അതൊക്കെ ഓരോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. പക്ഷെ സ്വതന്ത്രമില്ലാത്തൊരു ജീവിതം അതെനിക്ക് വളരെ പ്രയാസമാണല്ലോ. എല്ലാം സിനാനോടൊന്ന് തുറന്നു പറഞ്ഞാലോ? അവളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനാൻ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന്. പലരും വിവാഹക്കാര്യവുമായിട്ട് വരാറുണ്ട്. പക്ഷേ എളാമ്മ പറയും, ആയിട്ടില്ല, വയസ്സായിട്ട് വേണ്ടേ. ഇത് 19 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രായമാണോ? എങ്കിൽ അവർക്ക് എന്നെ തുടർ വിദ്യാഭ്യാസത്തിന് വിടാമായിരുന്നു. പക്ഷേ അതും ഇവിടെ സമ്മതിക്കുന്നില്ല. സത്യമായിട്ടും ആ ഒരു തടങ്കലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹംദക്ക് പുറത്തിറങ്ങണം. പക്ഷേ എങ്ങനെ രക്ഷപ്പെടും സിനാന്? അതിന് കഴിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.